ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി വമൻ വാല. നൂനിയയിലെ 13ാമത്തെ ക്ലാസ്സാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അഹ്ലുസുന്നയുടെ ആളും അഹ്ലുത് തഅ്തീലിൻ്റെ ആളുകളും തമ്മിലുള്ള ഒരു സംഭാഷണ പശ്ചാത്തലമാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അഹ്ലുസുന്നയുടെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സ്ഥിരീകരിക്കുന്ന ആളുകളുടെ വാക്കുകളും ന്യായങ്ങളും പറഞ്ഞു. ഖുർആനിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ ഉലൂ എന്ന സിഫത്തിനെ സംബന്ധിച്ചും ആണ് അവസാനം പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഫലമ്മ സമി അൽ മുഅത്തിലു മിൻഹു ദാലിക അംസക്, ഒന്നും മിണ്ടാതിരുന്നു. സുമ്മ അസറഹ ഫി നഫ്സിഹി, എന്നിട്ട് അയാൾ മനസ്സിൽ പറഞ്ഞു, രഹസ്യമായി അയാൾ പലതും ആലോചിച്ചുണ്ടാക്കി. വഖല ബിശയാത്തീനിഹി വ ബനി ജിൻസിഹി, തൻ്റെ പിശാചുക്കളുമായി തനിച്ചായപ്പോൾ, അതായത് തൻ്റെ ചിന്താഗതികളുള്ള ബിദ്അത്തിൻ്റെ ആളുകൾ, തൻ്റെ വർഗത്തിൽപ്പെട്ട ആളുകളുമായി അയാൾ കൂടിയിരുന്നപ്പോൾ, വ ഔഹ ബഅ്ളുഹും ഇലാ ബഅ്ളിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറ, ഓരോരുത്തരും പൈശാചികമായ ദുർബോധനങ്ങളും ദുഷ്പ്രേരണകളും കൈമാറാൻ തുടങ്ങി. വ അസ്നാഫൽ മക്രി വൽ ഇഹ്തിയാൽ, കുതന്ത്രങ്ങളും അതേപോലെ തന്നെ എല്ലാവിധ പ്ലാനിങ്ങുകളും നടത്തി. വറാമു അംറൻ യുസ്തഹ്മദൂന ബിഹി ഇലാ നുളറാഇഹിം മിൻ അഹ്ലിൽ ബിദ്അഇ വദ്ദലാൽ, അങ്ങനെ അവർക്ക് പ്രശംസ കിട്ടുന്ന ഒരു കാര്യത്തിനായി അവരുടെ ആളുകൾക്കിടയിൽ അംഗീകാരവും തൃപ്തിയും പ്രശംസയും ഒക്കെ കിട്ടുന്ന ഒരു കാര്യം അവർ ഉദ്ദേശിച്ചു. അങ്ങനെ അവരതിൻ്റെ ഫലമായി എന്ത് ചെയ്തു? വഅഖദു മജ്ലിസൻ, ഒരു സദസ്സുണ്ടാക്കി, സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ബയ്യതു ഫി മസാഇ ലൈലതിഹി മാ ലാ യർളാഹു അല്ലാഹു മിനൽ ഖൗൽ, അല്ലാഹ് തൃപ്തിപ്പെടാത്ത പല വർത്തമാനങ്ങളും പ്ലാനിങ്ങുകളുമായി അവർ ആ രാത്രി കഴിച്ചുകൂട്ടി. വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. അപ്പോൾ ഏത് ബിദ്അത്തിൻ്റെ ആളുകളും സത്യത്തിനെതിരിൽ, സുന്നത്തിനെതിരിൽ പ്ലാൻ ചെയ്യുന്ന രീതി, തൗഹീദിൻ്റെ ആളുകളും ഷിർക്കിൻ്റെ ആളുകളും തമ്മിൽ ഒരു സംവാദത്തിനോ ഒരു ഖണ്ഡനത്തിനോ ഒരുങ്ങിക്കഴിഞ്ഞാൽ നടക്കുന്നത് പോലെയുള്ള ചർച്ചകളും പ്ലാനിങ്ങുകളും അവരവരുടെ ഭാഗത്തു നിന്ന് നടത്തി. വ അതൗ ഫി മജ്ലിസിഹിം ദാലിക്, അങ്ങനെ അവർ സംഘടിപ്പിച്ച ആ സദസ്സിലേക്ക് അവർ വരികയാണ്. ബിമാ ഖദറു അലൈഹി മിനൽ ഹദയാനി, അൽ ഹദയാൻ എന്ന് പറഞ്ഞാൽ അത്തക്കല്ലും ബിഗൈരി തഫ്കീർ, ആകെ അസ്വസ്ഥതയായിക്കൊണ്ട് ആലോചനയുമില്ലാത്ത വിടുവായുത്തങ്ങളായി സംസാരിച്ച്. വ അതൗ ഫി മജ്ലിസിഹിം ദാലിക ബിമാ ഖദറു അലൈഹി മിനൽ ഹദയാനി വല്ലഗതി വത്തഖ്ലീദ്, സത്യവും അസത്യവും കൂട്ടിക്കുഴച്ചുകൊണ്ടും അവ്യക്തമായ പല ശബ്ദങ്ങൾ പുലമ്പിക്കൊണ്ടും അതേപോലെ ആലോചനയില്ലാത്ത പല വിടവായുത്തങ്ങളും വിഡ്ഢിത്തങ്ങളുമായി അവർക്ക് കഴിയുന്നതൊക്കെ അവർ പറയാൻ വേണ്ടി അവരവരുടെ സദസ്സിലേക്ക് വന്നു. വറാമു ഇസ്തിദ്ആ അൽ മുസ്ബിതി ഇലാ മജ്ലിസിഹിം അല്ലദി അഖദൂഹു, അവർ സംഘടിപ്പിച്ച ആ സദസ്സിലേക്ക് അഹ്ലുസുന്നയുടെ അഥവാ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സ്ഥിരീകരിക്കുന്ന, അംഗീകരിക്കുന്ന ഇദ്ദേഹത്തെ, അതായത് ഇതിൻ്റെ ബാഹ്യമായതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പോലെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയെ അവർ ക്ഷണിച്ചു. ലിയജ്അലു നുസുലഹു ഇൻദ ഖുദൂമിഹി അലൈഹിം, അങ്ങനെ അഹ്ലുസുന്നയുടെ ആളുകൾക്കുള്ള വിരുന്നും സൽക്കാരവും അവരുടെ അടുക്കലേക്ക് അദ്ദേഹം വരുമ്പോൾ നൽകാൻ, അതായത് ഖണ്ഡനങ്ങളും മറുപടികളൊക്കെ പറഞ്ഞ് ആഘോഷിക്കാൻ വേണ്ടി. മാലഫഖൂഹു മിനൽ കദിബി വനമ്മഖൂഹു, അവർ കോട്ടിമാട്ടിയ അല്ലെങ്കിൽ കൈകടത്തിയ സത്യവും അസത്യവും ആകെ കൂട്ടിക്കുഴച്ച അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി, അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സൽക്കാരമായി അല്ലെങ്കിൽ സന്ദർഭമായി അവരിതിനെ കണ്ടു. അങ്ങനെ ശരിക്ക് അഹ്ലുസുന്നയെ ഒന്ന് പ്രഹരിക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും പദ്ധതികളുമായി അവർ സംഘടിപ്പിച്ച ഈ പരിപാടിയിലേക്ക് അഹ്ലുസുന്നയെ ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ ഫഹബസല്ലാഹു സുബ്ഹാനഹു വതആല അൻഹു ഐദിയഹും വ അൽസിനതഹും,
പക്ഷേ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സ്ഥിരീകരിക്കുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതനെ അവരുടെ കൈകളിൽ നിന്നും അവരുടെ നാവുകളിൽ നിന്നും അള്ളാഹു സംരക്ഷിച്ചു, തടഞ്ഞു വെച്ചു. ഫലം യുജാസിറു അലൈഹി വറദ്ദല്ലാഹു കൈദഹും ഫീ നുഹൂരിഹിം. അപ്പോൾ അവർക്കതിന് സാധിച്ചില്ല. അവരുടെ കുതന്ത്രങ്ങളെ അള്ളാഹു അവരിലേക്ക് തന്നെ മടക്കി. ഫലം യസ്ലു ബിസ്സൂഇ ഇലൈഹി. അങ്ങനെ ഇദ്ദേഹത്തിലേക്ക്, ഈ പണ്ഡിതൻ്റെ അടുക്കിലേക്ക് അവരുടെ പ്ലാനുകളും പദ്ധതികളും കുതന്ത്രങ്ങളും ഒന്നും എത്തിയില്ല. വഖദലഹുമുൽ മുത്താഉ ഫമസ്സഖ മാ കതബൂഹു മിനൽ മുഹാദർ. അങ്ങനെ അള്ളാഹു അവരെ നിന്ദ്യരാക്കി കളഞ്ഞു. അവരെഴുതി വെച്ച സംഗതികളെല്ലാം ആകെ താറുമാറായി. വഖലബല്ലാഹു ഖുലൂബ ഔലിയാഇഹി വജുൻദിഹി അലൈഹിം മിൻ കുല്ലി ബാദിൻ വഹാദർ. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരുടെ ഹൃദയങ്ങളെ അവർക്കെതിരിൽ തിരിച്ചുവിട്ടു. അങ്ങനെ വഅഖ്റജന്നാസു ലഹും മിനൽ മുഖബ്ബആതി കമാ ഇനഹ. ആളുകൾ അവരുടെ മനസ്സുകളിലുള്ള, അല്ലെങ്കിൽ ഇവർ നിഗൂഢമായി എടുത്തു വെച്ച ഇവരുടെ കുതന്ത്രങ്ങളുമെല്ലാം ആളുകൾ എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. വമിനൽ ജവാഇഫി വൽ മുനഖിലാതി ദഫാഇനഹ. ഇവർ ഈ പരിപാടി കൊണ്ട് ഇന്നതാണ് ഉദ്ദേശിച്ചത്, അങ്ങനെ വിട്ടാൽ പറ്റൂല എന്നൊക്കെയുള്ള ഇവരുടെ കുതന്ത്രങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ, പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ, അതാണ് മിൻ കുല്ലി ബാദിൻ വഹാദർ, എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ എന്ത് ചെയ്തു? അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരുടെ ഹൃദയത്തെ ഇവർക്കെതിരിൽ തിരിച്ചുവിട്ടു. ആളുകൾ അതിൻ്റെ രഹസ്യങ്ങളും നിഗൂഢതകളുമെല്ലാം പുറത്തു കൊണ്ടുവന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി. വഖവ്വല്ലാഹു ജഅ്ശൽ മുസ്ബിത്ത്. അഹ്ലുസുന്നയുടെ ആളെ അള്ളാഹു ശക്തിപ്പെടുത്തി പിന്തുണ നൽകി. വസബ്ബത ഖൽബഹു വലിസാനഹു. അയാളുടെ ഹൃദയത്തിനും നാവിനും അള്ളാഹു സ്ഥൈര്യം നൽകി. വശയ്യദ ബിസ്സുന്നത്തിൽ മുഹമ്മദിയ്യത്തി ബുനിയാനഹു. ആ അഹ്ലുസുന്നയുടെ ആളുടെ ആദർശ നിലപാടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ട് ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഫസഅ ഫി അഖ്ദി മജ്ലിസിൻ ബൈനഹു വബൈന ഖുസൂമിഹി ഇൻദ സുൽത്താൻ. അങ്ങനെ വന്നപ്പോൾ അഹ്ലുസുന്ന അഥവാ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ അംഗീകരിക്കുന്ന പണ്ഡിതൻ പരിശ്രമിച്ചു. എന്തിന്? നടക്കാതെ പോയ, അല്ലെങ്കിൽ അവരുടെ കുതന്ത്രത്താൽ പാളിപ്പോയ ആ സദസ്സിന് പകരം ഒരു മജ്ലിസ് സംഘടിപ്പിക്കാൻ. എവിടെ? ബൈനഹു വബൈന ഖുസൂമിഹി ഇൻദ സുൽത്താൻ. നീതിമാനായ ഒരു ഭരണാധികാരിയുടെ, അല്ലെങ്കിൽ അറിവും കഴിവുമുള്ള ഒരു പണ്ഡിതൻ്റെ സാന്നിധ്യത്തിൽ ഒരു മജ്ലിസ് സംഘടിപ്പിക്കാൻ, ഒരു ചർച്ച സദസ്സ് സംഘടിപ്പിക്കാൻ. വഹക്കമ അല നഫ്സിഹി കുതുബ ശുയൂഖിൽ ഖൗമി സാലിഫീൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് പൂർവികരായ പണ്ഡിതന്മാരുടെ വിധികളും അവരുടെ രേഖകളും അവരുടെ കിതാബുകളുമായിരിക്കണം. വ അഇമ്മത്തിഹിം അൽ മുതഖദ്ദിമീൻ. പൂർവികരായ ഇമാമിങ്ങളുടെ വാക്കുകളും അവരെഴുതിയ രേഖകളും കിതാബുകളുമായിരിക്കണം അവിടെ വിധി പറയാനെടുക്കേണ്ടത്. വ അന്നഹു ലാ യസ്തൻസിറു മിൻ അഹ്ലി മദ്ഹബിഹി ബികിതാബിൻ. ഒരാളും അവരുടെ വീക്ഷണത്തിലുള്ള ആളുകളുടെ സമകാലികരായ അവരുടെ ചിന്താഗതിയിൽപ്പെട്ട ആരുടെയും അഭിപ്രായങ്ങളോ രേഖകളോ കിതാബുകളോ ഒന്നും കൊണ്ടുവന്നിട്ട് അയാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇയാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ടതില്ല. മറിച്ച് സലഫു സാലിഹ്യങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ, അവരുടെ വാക്കുകളായിരിക്കണം ഓരോരുത്തരും അവരവരുടെ വാദഗതികൾക്ക് ന്യായവും തെളിവുമായി കൊണ്ടുവരേണ്ടത് എന്നും പറഞ്ഞു. വ അന്നഹു ജഅല ബൈനഹു വ ബൈനകും അഖ്വാല മൻ ഖല്ലത്തുമൂഹു. നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആരെയാണോ നിങ്ങൾ തഖ്ലീദ് ചെയ്യുന്നത് അവരുടെ വാക്കുകളായിരിക്കണം ഹാജരാക്കേണ്ടത്. വനുസൂസ മൻ അലാ ഗൈരിഹി മിനൽ അഇമ്മത്തി ഖദ്ദംതുമൂഹു. ഏത് ഇമാമിയങ്ങളുടെ വാക്കാണോ നിങ്ങൾ മറ്റാളുകൾക്ക് എതിരിൽ ഉന്നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളായിരിക്കണം നിങ്ങൾ ഹാജരാക്കേണ്ടത്. നുസൂസ മൻ അലാ ഗൈരിഹി മിനൽ അഇമ്മത്തി ഖദ്ദംതുഹു. നിങ്ങളല്ലാത്ത മറ്റ് ഇമാമിയങ്ങളുടെ
മേൽ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നിങ്ങൾ ഹാജരാക്കുന്ന പ്രമാണങ്ങളും വാക്കുകളുമായിരിക്കണം ഇവിടെയും നിങ്ങൾ കൊണ്ടുവരേണ്ടത്. വസറഹൽ മുസ്ബിത്തു ബിദാലിക ബൈന ലഹറാനൈഹി, അവരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ ഈ പണ്ഡിതൻ ഇത് പ്രഖ്യാപിച്ചത്. ഇങ്ങനെ കൊണ്ടുപോവാ, നീതിമാനായ ഭരണാധികാരിയുടെ സുൽത്താൻ അല്ലെങ്കിൽ ഇൽമും നിഷ്പക്ഷ നിലപാടും സ്വീകരിക്കുന്ന അറിവുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ. പക്ഷേ ഈ ഒരു കണ്ടീഷൻ, തെളിവ് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ആളുകൾ എഴുതിയ ഏതെങ്കിലും കിതാബുകളല്ല, നമുക്കെല്ലാവർക്കും അംഗീകരിക്കാവുന്ന പൂർവികരായ അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളുടെയും സലഫു സാലിഹ്യങ്ങളുടെയും വാക്കുകളും രേഖകളുമായിരിക്കണം. അങ്ങനെ അത് പ്രഖ്യാപിച്ചപ്പോൾ ഹത്താ ബല്ലഗഹു ദാനീഹിം ലിഖാസിഹിം, അവരിലെ അടുത്തവരും അകലെയുള്ളവരും അഥവാ എല്ലാവരുടെ അടുക്കലേക്കും ആ വിവരം എത്തിച്ചു. എല്ലാവർക്കും അത് ആ വിഷയം ആളുകൾക്കിടയിൽ പ്രചരിച്ചു. ഫലം യുദ്ഇനു ലിദാലിക്, പക്ഷെ അവരെന്ത് ചെയ്തില്ല, എന്നാ ശരി എന്ന് പറഞ്ഞ് അതിന് കീഴ്പ്പെട്ടില്ല, അത് സമ്മതിച്ചില്ല. വസ്തഅഫൗ മിൻ അഖദിഹി, അങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കുന്നതിൽ നിന്ന് അവർ ഒഴിവ് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ വെച്ചു, ഫത്വഅലബഹുമുൽ മുസ്ബിത്തു ബിവാഹിദത്തിൻ മിൻ ഖിലാലിൻ സലാസ്, 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അംഗീകരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു അഹ്ലുസുന്നയുടെ പണ്ഡിതൻ. എന്താണ് 3 കാര്യങ്ങൾ? ഒന്ന്, മുനാളറത്തിൻ ഫി മജ്ലിസിൻ ആമിൻ അലാ ശരീഅത്തിൽ ഇൽമി വൽ ഇൻസാഫ്, നീതിയുടെയും നിഷ്പക്ഷതയുടെയും അതേപോലെ വൈജ്ഞാനികമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വിധി പറയാൻ പറ്റിയ ഒരു പൊതു സദസ്സ് സംഘടിപ്പിക്കാം. അവിടെ തുഹല്ലറു ഫീഹി നുസൂസുൻ നബവിയ്യ, അവിടെ കൊണ്ടുവരേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളായിരിക്കണം, പ്രവാചക അധ്യാപനങ്ങൾ. വൽ ആഥാറു സലഫിയ, സച്ചരിതരായ മുൻഗാമികളുടെ വാക്കുകൾ, സ്വഹാബത്തിൻ്റെ താബീയങ്ങളുടെ വാക്കുകൾ. വകുതുബു അഇമ്മത്തിക്കും അൽ മുതഖദ്ദിമീൻ മിൻ അഹ്ലിൽ ഇൽമി വദ്ദീൻ, മതനിഷ്ഠയുള്ള ഇൽമുള്ള പൂർവികരായ നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമിയങ്ങളുടെ കിതാബുകൾ. ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ ഖുർആന്, സുന്നത്ത്, അതേപോലെ സലഫുകളുടെ വാക്കുകൾ, ഇസ്ലാമിക ലോകത്തെ അറിയപ്പെടുന്ന ഇമാമിയങ്ങളുടെ, പൂർവികരായ ഇമാമിയങ്ങളുടെ വാക്കുകളും അവരുടെ എഴുത്തുകളും, ഇതൊക്കെ ഹാജരാക്കിക്കൊണ്ടുള്ള ഒരു പൊതു സദസ്സ്. ഫഖീല ലഹും ലാ മറാക്കിബ ലക്കും തുസാബിഖൂന ബിഹാ ഫി ഹാദൽ മൈദാൻ, അതിന് പോകണ്ട എന്ന് അവരുടെ തന്നെ അഭിപ്രായങ്ങൾ വന്നു. അത് നിങ്ങൾക്ക് ക്ഷീണം ചെയ്യും, ഈ മൈതാനിയിൽ, ഈ ഗോദയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്ന് പറയപ്പെട്ടപ്പോൾ വമാലക്കും ബി മുഖാവമത്തി ഫുർസാനിഹി യദാൻ, നിങ്ങൾക്ക് അതിന് മുന്നിൽ പ്രതിരോധിക്കാൻ, പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും അവർക്കിടയിൽ ചർച്ച വന്നപ്പോൾ ഫദആഹും, രണ്ടാമത്തെ ഓപ്ഷനായി പിന്നെ വന്നത് ഇലാ മുഖാതബത്തിഹി ബിമാ യദ്ഊന ഇലൈഹി, നിങ്ങൾ ഈ വിഷയത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുത്. അങ്ങനെ എഴുത്തിലൂടെയുള്ള ഒരു ലിഖിത രൂപത്തിലുള്ള ഖണ്ഡന മണ്ഡനം അത് നടക്കട്ടെ എന്നായി. ഫഇൻ കാന ഹഖ്ഖൻ ഖബിലഹു, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇത് സ്വീകരിക്കാമല്ലോ. വശക്കറക്കും അലൈഹി, ആ സത്യം പറഞ്ഞു തന്നതിൻ്റെ പേരിൽ നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കും ചെയ്യും, സത്യം എന്താണെന്നുള്ളത് വ്യക്തമാകട്ടെ. വഇൻ കാന ഗൈറ ദാലിക സമിഅതും ജവാബൽ മുസ്ബിത്ത്, ഇനി നിങ്ങളുടെ ഭാഗത്തല്ല സത്യമെങ്കിൽ ഇത് പറയുന്ന അഹ്ലുസുന്നയുടെ ആളുടെ ഭാഗം, അദ്ദേഹത്തിൻ്റെ മറുപടിയും അദ്ദേഹത്തിൻ്റെ നിലപാട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. വതബയ്യന ലക്കും ഹഖീഖത മാ ലദൈഹി ഫഅബൗ ദാലിക അശദ്ദൽ ഇബാ, അപ്പോൾ ഏതാണ് ഹക്ക്, ഏതാണ് ബാത്തിൽ, ഏതാണ് സത്യം, ഏതാണ് അസത്യം, ശരി തെറ്റ് മനസ്സിലാക്കാനൊക്കെയുള്ള മറ്റൊരു ഓപ്ഷനായി വെച്ചതാണ് എഴുത്തുകുത്തിലൂടെയുള്ള വാദപ്രതിവാദം അല്ലെങ്കിൽ ഖണ്ഡന മണ്ഡനം. അപ്പോൾ ഫഅബൗ ദാലിക അശദ്ദൽ ഇബാ, അതൊരിക്കലും പറ്റൂല എന്ന രീതിയിൽ അവർ അതിൽ നിന്നും പിന്മാറി. വസ്തഅഫൗ ഗായത്തൽ ഇസ്തിഅഫാ ഫദആഹും ഇലൽ ഖിയാമി ബൈന റുക്നി വൽ മഖാമി ഖിയാമൻ ഫീ മവാഖിഫിൽ ഇബ്തിഹാൽ. അപ്പോൾ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കൂടി വെച്ചു അഹ്ലുസുന്നയുടെ പണ്ഡിതൻ, അഥവാ ഫീമാ യബ്ദു അല്ലാഹു അലം, ആരാണ്? ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ആണെന്നാണ് മനസ്സിലാവുന്നത്.
മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ മുബാഹല നടത്താൻ. ഹാസിർ റൂസ്, തലമറക്കാതെ അഥവാ ഇഹ്റാമിൻ്റെ രൂപത്തിൽ ഹജറുൽ അസ്വദിൻ്റെയും റുക്കുനുൽ യമാനിയുടെയും ഇടയിൽ മഖാമ ഇബ്രാഹിമിൻ്റെ സ്ഥാനത്ത് ഫദആഹും ഇലൽ ഖിയാമി ബൈന റുക്നി വൽ മഖാമി, റുക്കുനുൽ യമാനിയുടെയും അതായത് കഅബയുടെ ഓരത്ത്, കഅബയുടെ ഒരു മൂലയിൽ മഖാമിൻ്റെ ഇടയിലായിട്ട്, മഖാം ഇബ്രാഹിമിൻ്റെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടയിലുള്ള സ്ഥലമായിരിക്കും ഉദ്ദേശിച്ചത്. അവിടെ എങ്ങനെ നിൽക്കണം? വിനയാന്യതരായി പടച്ചറബിനോട് പ്രാർത്ഥന നടത്തി നസ്അലുല്ലാഹ അൻ യുൻസില ബഅസഹു ബി അഹ്ലിൽ ബിദ്അ വദ്ദലാൽ, ബിദ്അത്തിൻ്റെയും ദലാലത്തിൻ്റെയും ആളുകൾക്കെതിരിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറക്കാൻ വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു മുബാഹലക്ക് വേണ്ടി അദ്ദേഹം ക്ഷണിച്ചു. അപ്പോൾ 3 ഓപ്ഷനാണ് വെച്ചത്, 3ഉം വിസമ്മതിച്ചു. വളന്നൽ മുസ്ബിത്തു വല്ലാഹി, ഈ 3 ഓപ്ഷനുകൾ വെച്ചപ്പോൾ ഇദ്ദേഹം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അഥവാ അഹ്ലുസുന്നയുടെ ആൾ വിചാരിച്ചു, വല്ലാഹി പടച്ചറബ് തന്നെയാണ് സത്യം, അങ്ങനെ കരുതിയത്. അന്നൽ ഖൗമ യുജീബൂന ഇലാ ഹാദ, ഈ മൂന്നാമത്തേതിലേക്കെങ്കിലും അവർ വരും, അതിനുത്തരം ചെയ്യും എന്നാണ് കരുതിയത്. ഫവത്തന നഫ്സഹു അലൈഹി ഗായത്ത തൗത്തീൻ, അപ്പോൾ മനസ്സിനെ വല്ലാതെ ഒന്ന് പാകപ്പെടുത്തി. എന്നിട്ട് വബാത്ത യുഹാസിബു നഫ്സഹു, ഒരു ആത്മവിചാരണ നടത്തി. വളച്ചവനെ, നമ്മുടെ വർത്തമാനത്തിലും നിലപാടിലും എഴുത്തിലും എന്തെങ്കിലും അതിന് വിരുദ്ധമായ, സത്യവിരുദ്ധമായ വല്ലതും വന്നു പോയിട്ടുണ്ടോ എന്നൊരു പരിശോധന. വയഅരിദു മാ യുസ്ബിതുഹു വയൻഫീഹി അലാ കലാമി റബ്ബിൽ ആലമീൻ, പടച്ചറബിൻ്റെ വാക്കുകൾക്ക് അഥവാ ഖുർആനിൻ്റെ വചനങ്ങളുമായി നാം സ്ഥിരീകരിക്കുന്നതും നിഷേധിക്കുന്നതുമായ വിഷയങ്ങളെ സംബന്ധിച്ച്, സിഫാത്തുകളെ സംബന്ധിച്ചൊക്കെ ഒരു അവലോകനം നടത്തി. ഖുർആനിലൂടെ മാത്രമല്ല, വഅലാ സുന്നത്തി ഖാത്തമിൽ അംബിയാ വൽ മുർസലീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളുമായി ഒന്ന് ഒത്തുനോക്കി. അള്ളാഹുവിന് ഇന്ന സിഫത്തുണ്ട് എന്ന് പറയുമ്പോൾ ഖുർആനിൽ ഹദീസിൽ ഒക്കെ വരുന്ന തെളിവുകളും ന്യായങ്ങളുമെല്ലാം വെച്ച് ഒരു ആത്മപരിശോധന, ഒരു തയ്യാറെടുക്കൽ. അപ്പം അവർ വരും, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടോ എന്ന ഒരു പരിശോധനയുമൊക്കെയായി പ്രാർത്ഥനയിലും പരിശോധനയുമായി രാത്രി കഴിച്ചുകൂട്ടി. വയത്തജറദു അൻ കുല്ലി ഹവൻ യുഖാലിഫുൽ വഹ്യൽ മുബീൻ, അള്ളാഹുവിൻ്റെ വഹീനെതിരായ എന്തെല്ലാം ഹവകളുണ്ട്, ദേഹേച്ഛകളും അസത്യത്തിൻ്റെ ലാഞ്ചനകളുമുണ്ട്, അതിൽ നിന്നെല്ലാം മാറി ഹക്കിനോട് മാത്രം പ്രതിബദ്ധതയുള്ള ഒരു നിലപാടിലാകാൻ ആത്മപരിശോധനയും പ്രാർത്ഥനയുമായിട്ടാണ് കഴിച്ചുകൂട്ടിയത്. വയഹ്വി ബിസ്വാഹിബിഹി ഫി അസ്ഫലിസ്സാഫിലീൻ, ഹവയുമായി പോയാൽ എന്തായിരിക്കും? അതിൻ്റെ ആളെ ഏറ്റവും അധമന്മാരിൽ അധമരാക്കി ആഴത്തിലേക്ക് തള്ളിയിടും, പരാജയപ്പെടുത്തും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് തൻ്റെ മനസ്സുണ്ടായതെങ്കിലും ഫലം യുജീബു ഇലാ ദാലിക അയ്ള, മുബാഹലക്കും അവർ തയ്യാറായില്ല. വഅതൗ മിനൽ ഇഅ്തിദാർ ബിമാ ദല്ല അലാ അന്നൽ ഖൗമ ലൈസു മിൻ ഉലിൽ ഐദി വൽ അബ്സാർ, ഇവരുടെ കയ്യിൽ കാര്യപ്പെട്ട കോപ്പുകളൊന്നുമില്ല, അതിനുള്ള തയ്യാറെടുപ്പും സന്നാഹങ്ങളും അറിവും ഒന്നുമില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ അവർ എക്സ്ക്യൂസ് പറഞ്ഞു, കഴിവുകൾ പറഞ്ഞു. അത് പറ്റൂല, ഇത് പറ്റൂല, ഇതെങ്ങനെ ന്യായങ്ങളും ന്യായീകരണങ്ങളുമായി വന്നു. ഫഹീന ഇദിൻ ഷമ്മറൽ മുസ്ബിതു അൻ സാഖി അസ്മിഹി, അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അഥവാ അള്ളാഹുവിൻ്റെ സിഫത്ത് സ്ഥിരീകരിക്കുന്ന അഹ്ലുസുന്നയുടെ ഭാഗത്തുള്ള വക്താവ്, പണ്ഡിതൻ തീരുമാനിച്ചുറപ്പിച്ചു. എന്തിന്? വഅഖദ ലില്ലാഹി മജ്ലിസൻ ബൈനഹു വബൈന ഖസ്മിഹി, തൻ്റെയും തൻ്റെ എതിരാളിയുടെയും ഇടയിൽ ഒരു ചർച്ചാവേദി ഒരുക്കാൻ. യഷ്ഹദുഹുൽ ഖരീബ് വൽ ബഈദ്, എല്ലാവരും മനസ്സിലാക്കാവുന്ന, എല്ലാവർക്കും പങ്കെടുക്കാവുന്ന, സാക്ഷിയാകാവുന്ന രീതിയിൽ. അങ്ങനെ വയഖിഫു അലാ മദ്മൂനിഹി ദഖീ വൽ ബലീദ്, ആ പറയുന്ന ആശയം, അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്ന് ബുദ്ധിയുള്ളവർക്കും ബുദ്ധിയില്ലാത്തവർക്കും പണ്ഡിതനും പാമരനുമൊക്കെ എല്ലാം മനസ്സിലാക്കാവുന്ന രീതിയിൽ അതൊന്ന് ചർച്ചയാക്കണമെന്ന് ഉദ്ദേശിച്ചു. വജഅലഹു അഖദ മജ്ലിസ് തഹ്കീം ബൈനൽ മുഅത്തിലിൽ ജാഹിദ് വൽ മുസ്ബിത്തിൽ മർമി ബിത്തജ്സീം,
അള്ളാഹുവിൻ്റെ സിഫത്തുകൾ സ്ഥിരീകരിക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹുവിന് ശരീരമുണ്ട് എന്ന് വാദിക്കുന്ന വിഗ്രഹ അല്ലെങ്കിൽ തജ്സീമിൻ്റെ ആളാണ് എന്ന് ആക്ഷേപം കേൾക്കേണ്ടി വന്ന അഹ്ലുസുന്നയുടെ വക്താവിൻ്റെയും അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നിഷേധിക്കുന്ന മുഅത്തഅ്തീലിൻ്റെ ആളുടെയും ഇടയിൽ ഒരു വിധി പറയാൻ പറ്റിയ സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അതാണ് വാസ്തവത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഖസീദ ഒരു പദ്യരൂപത്തിൽ ആ ചർച്ച സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. അതാണ് അന്നൂനിയ എന്ന ഈ ഗ്രന്ഥം. ബിമാ യറാഹു മിൻ ഖിലാലി ഹാദിഹിൽ ഖസീദത്തി ലിമൻ യകൂനു അസ്സവാബ്. അത് ശരിയായ രൂപത്തിൽ പഠിക്കാനും അതിലെ ഹക്ക് ഉൾക്കൊള്ളാനും അത് ആ സത്യം മറ്റുള്ളവരിലേക്ക് പടച്ചറബ് പൊരുത്തപ്പെടുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.